സർഫറാസ് എന്നത് ഒരു പേർഷ്യൻ പേരാണ്. തല ഉയർത്തിപ്പിടിക്കുക എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. ഇന്നലെ ചെപ്പോക്കിൽ പഞ്ചാബിന് മുന്നിൽ ചെന്നൈ മത്സരം അടിയറു വെച്ചെങ്കിലും ചെന്നൈയുടെ 97 നമ്പർ ജേഴ്സി അണിഞ്ഞ സർഫറാസ് ഖാന് അവിടെ നിന്ന് തല ഉയർത്തി തന്നെ മടങ്ങാം. കോടികൾ നേടിയവർ മങ്ങിയ പിച്ചിൽ വെറും 75 ലക്ഷത്തിന് ടീമിലെത്തിയ താരം ഹോൾമാർക്ക് ക്വാളിറ്റിയിൽ തിളങ്ങിയെന്ന അഭിമാനത്തിൽ. മുൻ മുംബൈ ക്രിക്കറ്ററും പരിശീലകനുമായ നൌഷാദ് ഖാന്റെ 2 മക്കളിൽ മൂത്തയാളാണ് സർഫറാസ്. ചെറുപ്പം മുതലേ പിതാവിൻ്റെ വഴിയെ പോകണമെന്ന് ഉറപ്പിച്ച സർഫറാസിൻ്റെ ആദ്യകാല പരിശീലകൻ പിതാവ് നൌഷാദ് തന്നെയായിരുന്നു. ഇക്ബാൽ അബ്ദുള്ള, കമ്രാൻ ഖാൻ തുടങ്ങിയ യുവതാരങ്ങളെ കണ്ടെത്തിയ നൌഷാദിന് കീഴിൽ വളരെ ചെറിയ പ്രായത്തിലെ സർഫറാസ് കളി പഠിച്ചു തുടങ്ങി. മുംബൈ ആസാദ് മൈതാനമായിരുന്നു കുട്ടി സർഫറാസിൻ്റെ ക്രിക്കറ്റ് പരിശീലനങ്ങളുടെ തുടക്കം. മഴക്കാലത്ത് വീട്ടിൽ നിന്നും ആസാദ് മൈതാനം വരെയുള്ള യാത്ര ശ്രമകരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പിതാവ് നൌഷാദ് വീടിന് സമീപത്ത് ഒരു സിന്തറ്റിക് പിച്ച് ഒരുക്കി. പിന്നീട് ബൗൺസറുകളെ നേരിടാൻ അത് വളരെയധികം ഗുണം ചെയ്തുവെന്ന് സർഫറാസ് ഖാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിതാവിൻ്റെ പേരിനോട് സാമ്യം വരുന്ന നൗ, സാത്ത് എന്നീ 2 അക്കങ്ങൾ ചേർത്താണ് 97 നമ്പർ ജേഴ്സി താൻ തിരഞ്ഞെടുത്തതെന്നും സർഫറാസ് പറഞ്ഞു. ക്രിക്കറ്റിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ പിതാവിന് നൽകാവുന്ന ട്രിബ്യൂട്ടാണതെന്നും താരം കൂട്ടിച്ചേർത്തു. 421 പന്തിൽ 439 റൺസ്. 1988 ഹാരിസ് ഷീൽഡ് ടൂർണമെന്റിൽ സച്ചിൻ സ്ഥാപിച്ച റെക്കോർഡിനെ തന്റെ 12ാം വയസ്സിൽ തകർത്താണ് സർഫറാസ് ക്രിക്കറ്റ് ലോകത്ത് ആദ്യമായി സംസാര വിഷയമായി മാറുന്നത്. 56 ഫോറും 12 സിക്സും ഉൾപ്പെടെ റിസ്വി സ്പ്രിംഗ്ഫീൽഡ് സ്കൂളിനായി സർഫറാസ് അന്ന് കളിച്ച ഇന്നിംഗ്സ് താരത്തെ മുംബൈ ക്രിക്കറ്റ് ബോർഡിന്റെ കണ്ണിലെത്തിച്ചു. വൈകാതെ മുംബൈ അണ്ടർ-19 ടീമിലും അവിടെ നിന്ന് ഇന്ത്യൻ അണ്ടർ-19 ടീമിലും സർഫറാസ് കയറിക്കൂടി. 2013 ദക്ഷിണാഫ്രിക്കൻ അണ്ടർ-19 ടീമിനെതിരെ 63 പന്തിൽ നേടിയ 101 റൺസ് താരത്തിൻ്റെ പേര് ലോക ക്രിക്കറ്റ് സർക്കിളുകളിൽ എത്തിച്ചു. സാഹചര്യം മനസ്സിലാക്കി ധൈര്യത്തോടെ കളിക്കുന്ന ഒരു താരമാണ് സർഫറാസ്. മികച്ച ഷോട്ട് സെലക്ഷനും അവൻ്റെ കൈവശമുണ്ട്. അന്നത്തെ അണ്ടർ-19 ടീം പരിശീലകൻ ഭരത് അരുൺ സർഫറാസിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്കായി 2 അണ്ടർ-19 ലോകകപ്പ് കളിച്ച അപൂർവം താരങ്ങളിൽ ഒരാളാണ് സർഫറാസ്. 2014 ആദ്യ തവണ ടീമിലെത്തിയ താരം 70.33 ശരാശരിയിൽ 211 റൺസാണ് ആകെ അടിച്ചെടുത്തത്. ഈ പ്രകടനം താരത്തെ IPL ടീമുകളുടെ റഡാറിൽ എത്തിക്കുകയും 2015 RCB താരത്തെ 50 ലക്ഷത്തിന് ടീമിലെത്തിക്കുകയും ചെയ്തു. 2016 തൻ്റെ 2ാം ലോകകപ്പിൽ 6 ഇന്നിംഗ്സിൽ 5 50 ഉൾപ്പെടെ 355 റൺസാണ് സർഫറാസ് നേടിയത്. താരം ടൂർണമെന്റിലെ സെക്കൻഡ് ടോപ്പ് സ്കോററുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് സർഫറാസിന്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ തേരോട്ടമായിരുന്നു. രഞ്ജിയിലും സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലും റൺസും റെക്കോർഡും താരം അടിച്ചെടുത്തു. സെഞ്ചുറികളും ട്രിപ്പിൾ സെഞ്ചുറിയുമൊക്കെ ആ ബാറ്റിൽ നിന്നും പിറവിയെടുത്തു. 2022 സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ സീനിയർ ക്രിക്കറ്റ് കരിയറിൽ ആദ്യമായി സർഫറാസ് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ അണിഞ്ഞു. അത് 2 വർഷങ്ങൾക്ക് പുറം താരത്തിന് ദേശീയ ടീമിലേക്കുള്ള വഴിയൊരുക്കി. 2024 ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരകളുടെ ടീമിലേക്ക് സർഫറാസിന് വിളിയെത്തി. രാജ്കോട്ട് വേദിയായ പരമ്പരയിലെ 3ാം മത്സരത്തിലായിരുന്നു സർഫറാസിന് അരങ്ങേറ്റം. 66 പന്തിൽ 62 റൺസ് നേടി നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കെ ജഡേജയുമായി നടന്ന മിസ്കമ്മ്യൂണിക്കേഷൻ മൂലം താരം റണ്ണൌട്ടായി. അന്ന് 48 പന്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച താരം അരങ്ങേറ്റത്തിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് ഹർദിക് പാണ്ഡ്യക്കൊപ്പം പങ്കുവച്ചു. അന്നത്തെ ആ മത്സരശേഷം സർഫറാസിന്റെ ഇന്നിംഗ്സിനെ പുകഴ്ത്തി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ച ജഡേജ ആ റണ്ണൌട്ടിന് കാരണം താനാണെന്ന് കൂടി പറഞ്ഞു വെച്ചു. അതേ മത്സരത്തിലെ 2ാം ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി കുറിച്ച താരം അരങ്ങേറ്റം തന്നെ ഗംഭീരമാക്കി. IPLൽ സോകോൾഡ് ഐക്കോണിക് ഇന്നിംഗ്സുകൾ ഒന്നുമില്ലെങ്കിലും ഇന്നലത്തേതുപോലെ ചില സർപ്രൈസ് കാമിയോ ഇന്നിംഗ്സുമായി പലതവണ സർഫറാസ് തിളങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് രാജസ്ഥാനെതിരെ 21 ബോളിൽ അടിച്ചെടുത്ത 45 റൺസാണ്. അന്ന് തിരികെ ഡഗൌട്ടിലേക്ക് മടങ്ങുന്ന സർഫറാസിന് മുന്നിൽ കുമ്പിട്ട് താരത്തെ അഭിനന്ദിക്കുന്ന വിരാട് കോഹ്ലിയുടെ ചിത്രം നമ്മളിൽ പലർക്കും ഓർമ്മ കാണും. 2019 ബാംഗ്ലൂർ വിട്ട് പഞ്ചാബിലേക്ക് ചേക്കേറിയ സർഫറാസ് 3 വർഷത്തിന് ശേഷം ഡൽഹിയിലേക്ക് ചേക്കേറി. ഋഷഭ് പന്ത് പരിക്കേറ്റ സമയത്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായി താരത്തിന് ഡൽഹിയിൽ അവസരം ലഭിച്ചു. പിന്നീട് ടോപ്പ് ഓർഡർ മുതൽ ഫിനിഷർ റോളിൽ വരെ താരം കിട്ടിയ അവസരങ്ങളിൽ ഡൽഹി കുപ്പായത്തിൽ തിളങ്ങി. 2025 ഫിറ്റ്നസ് പ്രശ്നങ്ങൾ സർഫറാസിന് മുന്നിൽ ഒരു വില്ലനായി അവതരിച്ചു. ആദ്യമത് IPLലായിരുന്നു. ആ വർഷത്തെ മെഗാ ഓപ്ഷനിൽ വെറും 75 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തെ ഒരു ടീമും പരിഗണിച്ചത് പോലുമില്ല. പിന്നാലെ ജൂണിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലും താരം പുറത്തായി. മികച്ച ഒരു ഡൊമസ്റ്റിക് സീസണിന് ശേഷമായിരുന്നു ഈ പുറത്താകലെന്നത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. മാറ്റി നിർത്തലും വിമർശനവുമെല്ലാം സർഫറാസിനെ തളർത്തിയില്ല. അവയെല്ലാം ചവിട്ടുപടിയാക്കി അയാൾ ഒരു കംബാക്കിന് തുടക്കമിട്ടു. ആദ്യം തന്നെ ശരീരഭാരം കുറക്കലായിരുന്നു താരത്തിൻ്റെ ശ്രദ്ധ. 2 മാസം കൊണ്ട് 17 കിലോ ഭാരം കുറച്ച് താരം ക്രിക്കറ്റ് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചു. പിന്നീട് രഞ്ജിയിൽ ഒരു ഡബിൾ സെഞ്ചുറി. മുസ്താഖ് അലി ട്രോഫിയിൽ 203 സ്ട്രൈക്ക് റേറ്റിൽ 329 റൺസ്. തളർന്നിരിക്കാനല്ല തൻ്റെ തീരുമാനമെന്ന ഒരു വിളിച്ചു പറയൽ കൂടിയായിരുന്നു താരത്തിൻ്റെ ആ ഡൊമസ്റ്റിക് സീസൺ. പിന്നെ നേരെ പോയത് IPL മിനി ലേലത്തിനാണ്. വീണ്ടും ഒരിക്കൽ കൂടി 75 ലക്ഷം എന്ന അടിസ്ഥാന തുകയിൽ. ആദ്യ റൗണ്ടിൽ അൺസോൾഡായി പോയ താരത്തെ ആക്സിലറേറ്റഡ് റൗണ്ടിൽ CSK 75 ലക്ഷത്തിന് ടീമിലെടുത്തു. ജസ്റ്റിസ് സെർവഡ് എന്ന തലക്കെട്ടായിരുന്നു അന്ന് പല ഓൺലൈൻ മാധ്യമങ്ങളും സർഫറാസിന്റെ കംബാക്കിനെ കുറിച്ച് പറഞ്ഞത്. ജേഴ്സി സിനിമയിലെ റെയിൽവേ സ്റ്റേഷൻ സീൻ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച് സർഫറാസ് ചെന്നൈക്ക് നന്ദി പറയുകയും ചെയ്തു. രാജസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ സർഫറാസ് 11-ൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെന്നൈ ബാറ്റിംഗ് ഓർഡർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞപ്പോൾ 4ാം നമ്പറിൽ ഇമ്പാക്ട് പ്ലെയറായി താരം മൈതാനത്തിറങ്ങി. 12 പന്തിൽ 2 ഫോറും 1 സിക്സും ഉൾപ്പെടെ 17 റൺസ് നേടിയ താരം ചെന്നൈ നിരയിൽ 2 അക്കം കണ്ട 3 പേരിൽ ഒരാളായിരുന്നു.
ഈ പ്രകടനം പഞ്ചാബിനെതിരായ മത്സരത്തിൽ താരത്തെ ആദ്യ 11-ൽ എത്തിച്ചു. കിട്ടിയ അവസരം സർഫ്രാസ് നന്നായി തന്നെ ഉപയോഗിച്ചു. 12 പന്തിൽ 6 ഫോറും ഒരു സിക്സും അടക്കം 266.67 സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് 32 റൺസ്. ആയുഷ് മാത്രം നൽകിയ മികച്ച തുടക്കം ചെന്നൈ മധ്യനിര ഏറ്റുപിടിക്കില്ലേ എന്ന സംശയത്തിനിടയിൽ താരം നടത്തിയ ക്യാമിയോ ടീം സ്കോർ 200 മുകളിൽ എത്തുന്നതിൽ നിർണായകമായി. വരും മത്സരങ്ങളിൽ ടീം 11-ൽ തന്റെ സ്പോട്ട് ഉറപ്പിക്കാനും ഈ ഇന്നിംഗ്സോടെ താരത്തിനായി. ഒരു വലിയ തിരിച്ചടിക്ക് ശേഷം അതിലും വലിയൊരു കംബാക്കിനാണ് സർഫ്രാസ് ഒരുങ്ങുന്നത്. സീസണിൽ ചെന്നൈയും കൊതിക്കുന്നത് അതുതന്നെയാണ്. IPL ഒരു മോശം സീസണിന് ശേഷം കാത്തിരിക്കുന്ന ഒരു മാസ് കംബാക്കിന്. അതിന് നമ്മൾ ഈ സീസണിൽ സാക്ഷികളാവുമോ? കാത്തിരിക്കാം.